മാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാനായിട്ട് ടെലിവിഷനിൽ കൂടെ ഒരു അവസരം ഇതാ സൗജന്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ വില മനസ്സിലാക്കി ഗൗരവത്തോടുകൂടെ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളോട് വിനയമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഈ സമയത്തേക്ക് ഒരുമിച്ച് കൂട്ടുക. ഒരു കൺവെൻഷനോ ഒരു വലിയ സമ്മേളനമോ നടക്കുന്നിടത്തേക്ക് യോഗത്തിന് പോകുന്നത് പോലെ അടുത്തുള്ളവരെയും കൂടെ വിളിച്ച് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൂടെ? കാര്യമായ പണം മുടക്കില്ലാതെ വിലയേറിയ വചനം കേൾക്കാനുള്ള ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി അനുവദിച്ചു തന്നിട്ടുള്ള ഈ നല്ല സമയത്തിനായിട്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇപ്പോൾ ഈ വചനം കേൾക്കുവാൻ ടെലിവിഷൻ സെറ്റിന്റെ അടുക്കൽ വന്നിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കായും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും ജ്ഞാനവും നൽകി ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കണമേ. വചനം ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. 32-ാം വാക്യം വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. 32-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് മുമ്പോട്ട് പോകുന്നു. 107-ാമത്തെ പേജിലാണ്. പുസ്തകം തുറക്കാം. 32. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ. പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് തന്റെ മരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ താൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. കേട്ടോണ്ട് നിന്ന യഹൂദന്മാർ, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ? അവർക്കത് മനസ്സിലായില്ല. യേശുവിന്റെ ഉത്തരം. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു. യേശു വിശദീകരിക്കുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇതിനു മുമ്പ് വായിച്ചതാണ്. യേശു അവരോട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. 8:12. വീണ്ടും ആവർത്തിക്കുന്നു, ഇനിയും കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ യേശു പറയുകയാണ്, ഇനി കുറെ കാലം മാത്രം ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. അടുത്ത പ്രയോഗം, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ
നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. അടുത്ത പ്രയോഗം, ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശു തന്റെ മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞു. ആളുകൾ മനസ്സിലാകാതെ നിൽക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഇനി കുറച്ച് ദിവസമേ ഞാൻ ഈ രൂപത്തിൽ ഇവിടെ നിൽക്കുകയുള്ളൂ. നിങ്ങൾ ഇരുട്ടിലാണ് നടക്കുന്നത്. ഇരുള് നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. ഈ ക്ലാസ് ഞാൻ ഇതിനു മുമ്പ് എടുത്തതാണ്. ഇരുട്ടിൽ നടക്കുന്നവന്റെ പ്രശ്നം, അവനൊരു തുടക്കമുണ്ട്, അവനൊരു തുടർച്ചയുണ്ട്, എന്നാൽ അവനൊരു ഫിനിഷിംഗ് ആണില്ലാത്തത്, അവനൊരു സമാപനമാണില്ലാത്തത്. ഇരുട്ടിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. അവന് ഭാവി അറിഞ്ഞുകൂടാ, അവൻ എവിടെ എത്തുമെന്നറിഞ്ഞുകൂടാ, അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതാണ് യേശു പറഞ്ഞത്. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പി. എന്താ രണ്ടാമത് പറഞ്ഞത്? ഞാൻ വെളിച്ചമാണ്, ഞാനിപ്പോൾ ഇവിടുന്ന് പോകും, നിങ്ങൾ വെളിച്ചമാകണം, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകണം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 5-ാം അധ്യായത്തിൽ യേശു ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഭാഗം വീണ്ടും ആവർത്തിക്കുന്നതാണ്. മത്തായി 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഇവിടെ കർത്താവ് താൻ പോകുമ്പോൾ താൻ ചെയ്ത കാര്യം ചെയ്യേണ്ടതിന് ചിലരെ ചുമതലപ്പെടുത്തുന്നു. സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് മറയുമ്പോൾ ചന്ദ്രൻ മറുവശത്ത് തല ഉയർത്തുന്നു. ഒരു കവി അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, സൂര്യൻ ഈ ചക്രവാളത്തിൽ നിന്ന് മാറുമ്പോൾ ദുഃഖത്തോടുകൂടി ഒരു ചോദ്യം ചോദിക്കുന്നു. കഴിഞ്ഞ 12 മണിക്കൂർ ഈ ചക്രവാളത്തിന് ഞാൻ പ്രകാശം കൊടുത്തു, എനിക്ക് അല്പനേരത്തേക്ക് ഇവിടുന്ന് മാറേണ്ട ആവശ്യമുണ്ട്. ഈ ഭൂമി ഇരുണ്ടു പോകാതിരിപ്പാൻ ഒരു അല്പ വെളിച്ചമെങ്കിലും, ഞാൻ കൊടുത്ത അത്രയും കൊടുത്തില്ലെങ്കിലും അല്പ വെളിച്ചമെങ്കിലും ഈ ഭൂമിക്ക് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. കഴിഞ്ഞ 12 മണിക്കൂർ ഞാൻ നൽകിയ വെളിച്ചം നിങ്ങൾ അനുഭവിച്ചതല്ലേ? ആരെങ്കിലും അതിൽ നിന്ന് സംഭരിച്ചു വച്ചിട്ടുണ്ടോ ഈ ഇരുണ്ട ലോകത്തിന് കൊടുക്കാൻ? അല്പമെങ്കിലും സ്വാർത്ഥരായി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഈ വെളിച്ചം എടുത്തവരല്ലാതെ ഈ ഇരുണ്ട ഭൂമിക്ക് വെളിച്ചം കൊടുക്കാൻ സംഭരിച്ചു വെച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രനപ്പുറത്തുനിന്ന് തലപൊക്കിയിട്ട് പറഞ്ഞു, അങ്ങ് കൊടുത്ത് എത്രയും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാല് തട്ടി ആരും വീഴാതിരിപ്പാൻ ഒരു ചെറിയ വെളിച്ചം ഈ ഭൂമിക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാം. സൂര്യൻ സമാധാനത്തോടെ വിട പറയുന്നു എന്നാണ് ആ കവി എഴുതുന്നത്. യേശുദമ്പുരാൻ പറയുകയാണ്, വാക്യത്തിലേക്ക് നോക്കൂ, ഇനിയും കുറച്ചു കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ ലോകത്തിന് വെളിച്ചമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് മാറുമ്പോൾ എന്നിൽ നിന്ന് വെളിച്ചം സംഭരിച്ച് ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്നാണ് പറഞ്ഞത്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ താൻ ചെയ്ത കാര്യം ചെയ്യുവാൻ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ നാം യോഹന്നാൻ 12:36 വരെയുള്ള ആ ഒരു ഗണ്ണിക ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. 37 എന്നുള്ള വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. നിങ്ങളുടെ ബൈബിളിലെ യോഹന്നാൻ 12:37 വരാം.
യേശു തമ്പുരാൻ ഏറ്റവും ഘനമേറിയ വിഷയങ്ങളാണ് ഈ ഭാഗത്ത് സംസാരിക്കുന്നത്. 37 വാക്യത്തിലേക്ക് നോക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ട് മറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. യേശു ഇത്രയും പറഞ്ഞേച്ച് അവിടെ നിന്ന് മാറി. ഇത് എഴുതുന്ന എഴുത്തുകാരനായ യോഹന്നാൻ ദുഃഖത്തോടുകൂടി ഒരു വരി എഴുതുകയാണ്. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. സമാപനത്തിലേക്ക് വരികയാണ്. എഴുത്തുകാരൻ വേദനയോടുകൂടി എഴുതുകയാണ്. ഇത്ര വലിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ആരും വിശ്വസിച്ചില്ലല്ലോ. ദുഃഖത്തോടുകൂടെ ഈ കഥ എഴുതുന്നു. 38 വാക്യം നോക്കൂ. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന് കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നു, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കിയോ ചെയ്യാതിരിക്കേണ്ടവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു, അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. യേശു തമ്പുരാൻ ലാസറിനെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, രക്തസ്രാവക്കാരന് സൗഖ്യം കൊടുത്തു, കടലിന്മേൽ നടന്നു. മനുഷ്യന്റെ പ്രശ്നങ്ങളിലെല്ലാം അവൻ ഇടപെട്ടു. എന്നാൽ അവൻ ദൈവപുത്രനാണെന്നും അവനാണ് മശിഹ എന്നും അവനാണ് പാപപരിഹാരകനെന്നും അവൻ തെളിയിച്ചു പറഞ്ഞിട്ട് വളരെ കുറച്ചു പേർ മാത്രമേ വിശ്വസിച്ചുള്ളൂ. ഈ സമയത്ത് എഴുത്തുകാരൻ ചോദിക്കുന്നു, ആരും വിശ്വസിച്ചില്ലല്ലോ. പെട്ടെന്ന് ഇതാ ഒരു ബൈബിൾ, ഒരു പഴയ നിയമവാക്യം ഇവിടെ കയറി വരുന്നു. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ നമ്മുടെ ചിന്ത മറ്റൊരു വഴിക്കൂടെ പോകേണ്ടി വരുന്നു. യെശയ്യാ പ്രവചനം ഇവിടെ ഉദ്ധരിക്കുന്നു, കോട്ട് ചെയ്യുന്നു. യെശയ്യാ പ്രവചനത്തിൽ ആരെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു? വേഗത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാം. യെശയ്യാ പ്രവചനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് എഴുതപ്പെട്ടതാണ്. യോഹന്നാൻ ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് എഴുതപ്പെട്ടതാണ് യെശയ്യാവിന്റെ പുസ്തകം. ഈ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. അതെടുത്ത് യോഹന്നാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അതാണ് 38 വാക്യം. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഈ വാക്യം ഞാൻ യെശയ്യാവിൽ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അല്പം പുറകോട്ട് പോകണം. പേജ് നമ്പർ പഴയ നിയമത്തിലെ 710 വരണം. 710 53 അധ്യായത്തിലേക്ക് വരണം. 1 വാക്യം വായിക്കണം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഈ സാധനം എടുത്തിട്ട് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാനിൽ കയറ്റിവെച്ചു. ആരും വിശ്വസിച്ചില്ലല്ലോ എന്ന് യോഹന്നാൻ ദുഃഖിക്കുമ്പോൾ ബൈബിളിൽ അത് കിടപ്പുണ്ട്. പഴയ നിയമത്തിൽ കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനം ഇവിടെ നിവൃത്തിയായിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യെശയ്യാവ് എഴുതി വെച്ചത് യേശുവിന്റെ കാര്യമാണ് എന്നിവിടെ സുവ്യക്തമാണ്. അപ്പോൾ യേശുവിന്റെ പ്രവർത്തനങ്ങൾ യേശു ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്നു.
പ്രവചനങ്ങൾ. അപ്പോൾ ബൈബിൾ പ്രവചനങ്ങളുടെ നിറവേറൽ എന്ന മനോഹരമായ സംഭവവും ഇവിടെ നമുക്ക് പഠിക്കാം. അവിടെ പറഞ്ഞ ഒരു വാചകം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. വാക്യം 41. അവനെക്കുറിച്ച് സംസാരിച്ചതാകുന്നു ഇത്. യെശയ്യാവ് യേശുവിന്റെ തേജസ് കണ്ടത് ഇവിടെ വച്ചാണ്. യെശയ്യാവ് യേശുവിന്റെ തേജസ്സും കണ്ടു, യേശുവിന്റെ കഷ്ടതയും കണ്ടു, കുരിശുമരണം കണ്ടു, നിന്ന കണ്ടു, അപമാനം കണ്ടു. ഇതെല്ലാം കണ്ടാലേ യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അവൻ കടലിന്മേൽ നടക്കുന്നത് മാത്രം കണ്ടാൽ പോരാ, അവൻ ഗത്സമനയിൽ കരയുന്നത് മാത്രം കണ്ടാൽ പോരാ, അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടാൽ പോരാ, അവൻ ലാസറിന്റെ വീട്ടിൽ കരയുന്നതും കൂടെ കാണണം. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. യെശയ്യാവ് യേശുവിന്റെ മനുഷ്യത്വവും കണ്ടു, ദൈവത്വവും കണ്ടു. യേശുവിന്റെ മനുഷ്യത്വം കാണിക്കട്ടെ. ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. യെശയ്യാവ് 53. ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണേ. യേശുവിനെ കുരിശിൽ കിടക്കുന്ന രംഗം യെശയ്യാവ് കാണുന്നു. എന്നാൽ നമ്മൾ ഇന്ന് വായിച്ചെടുത്ത് യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെവിടെയാണ്? 6-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ പോകണം. യെശയ്യാവ് 6. യേശുവിന്റെ ദൈവത്വം യെശയ്യാവ് കാണുന്നു. നോക്ക്. 6:1. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ്, യേശുവിന്റെ കാര്യമാണ്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തർ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇതാരാണ്? യേശു. സ്വർഗത്തിൽ സകലത്തിന്റെയും അധികാരിയായി യേശു തമ്പുരാൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദർശനം ഒരു സ്വപ്നത്തിൽ, ഒരു ദർശനത്തിൽ പ്രവാചകനായ യെശയ്യാവ് ഇന്നേക്ക് 2750 കൊല്ലം മുമ്പ് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ യേശു മനുഷ്യനായി ഭൂമിയിൽ വന്ന് തല്ലുകൊണ്ട് തുപ്പലേറ്റ് നിന്ന സഹിച്ച് അപവാദ കഥകൾ കേട്ട് അപമാനിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് ഒരു നീചനെ പോലെ, ഒരു പാപിയെ പോലെ കുരിശിൽ തൂങ്ങുന്ന കാഴ്ചയും യെശയ്യാവ് കണ്ടു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടും ആരും അവനിൽ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈ ഭാഗം അവതരിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ മുന്നോട്ട് പോകാം. ഇതാണ് ഈ അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ചിന്ത. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസിന്റെ ഒടുവിലേക്ക് വരുന്നു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കാം. വാക്യം 42. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. ശ്രദ്ധിക്കുക, ഇങ്ങനെയെല്ലാമായിട്ടും പ്രമാണികളിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. വലിയ വലിയ ആളുകളും യേശുവിൽ വിശ്വസിച്ചു. പക്ഷെ ഒരു പ്രശ്നം, പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. 9-ാം അധ്യായത്തിൽ ഒരു അന്ധനെ യേശു സൗഖ്യമാക്കി. എന്നാൽ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പരസ്യമായാൽ പള്ളിയിൽ നിന്ന് മുടക്കും, പള്ളിഭ്രഷ്ടനാക്കുമെന്ന് അവിടെ പറഞ്ഞു വച്ചിരുന്നത് കൊണ്ട് അവന്റെ അമ്മയും അപ്പനും
അന്ധനായ മോന് സൗഖ്യം കൊടുത്തിട്ട് പോലും യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയാൻ ഒരുങ്ങിയില്ല. യേശുവിനെ ആരാധിക്കാനോ യേശുവിനെ സാക്ഷിക്കാനോ മനസ്സ് വെച്ചില്ല. എത്ര ദയനീയമായ കഥയാണിത്. ഇവിടെ നോക്കൂ, പ്രമാണികളിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. എത്രയോ ദുഃഖകരമാണ് ഈ സംഭവം. അനേകരെ വിശ്വസിച്ചു, പക്ഷേ പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ വേണ്ടി മിണ്ടിയില്ല. ഈ വാക്യം നമ്മെ ബാധിക്കുമോ? അതിനാണല്ലോ നമ്മളിത് പഠിക്കുന്നത്. യേശു വലിയവനാണ്, രക്ഷകനാണ്, ദൈവമാണ്. ശരിയാ, ഈ പറയുന്നതല്ല ശരിയാ. പക്ഷെ ഞാനിപ്പോൾ അത് പറയാൻ പോയാൽ എന്നെ നാട്ടുകാർ ശരിയാക്കുകയില്ലേ? എന്നെ എൻ്റെ ആൾക്കാരെല്ലാം കൂടി പുറത്താക്കുകയില്ലേ? അതുകൊണ്ട് മിണ്ടണ്ട എന്ന് തീരുമാനിച്ചു എന്നല്ലേ വായിച്ചത്. ഇത് നമ്മളെ ബാധിക്കുമോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കണം. ഇത് നമ്മളെ ബാധിക്കുമോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കണം. ഞാൻ ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. 42. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ യേശുവിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. സമൂഹത്തെ പേടിച്ചിട്ട്, പള്ളിയെ പേടിച്ചിട്ട് യേശുവിന് വേണ്ടി പരസ്യമായി ഒരു വാക്ക് പറയാൻ, സാക്ഷ്യം പറയാൻ, അവനെ പ്രസംഗിക്കാൻ, അവനെ ആരാധിക്കാൻ പരസ്യമാകുവാനുള്ള ധൈര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഓർക്കുക, യേശുവിന് വേണ്ടി നിങ്ങൾ പരസ്യമായി നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മ ആദ്യ ദിവസങ്ങളിൽ, 1-ാം ആഴ്ചയിൽ, 1-ാം മാസത്തിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും. എന്നാൽ ദൈവം നിങ്ങൾക്ക് ശക്തി തരും. ഇവർക്ക് പറ്റിയത് എന്താണെന്ന് താഴെ വായിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ. വാക്യം 43. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. നിങ്ങളോ? ഈ ക്ലാസ് നാം എത്രയോ നാളുകളായി അറ്റൻഡ് ചെയ്യുന്നു. ദൈവത്താലുള്ള മാനമാണോ മനുഷ്യരാലുള്ള മാനമാണോ നമുക്ക് വലുത് എന്നൊരു ചോദ്യമാണ് ഈ ക്ലാസ്സിൽ ഒടുവിൽ തരാനുള്ളത്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ച് നിങ്ങൾ ടെലിവിഷൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്കും ജോലിയിലേക്കും കിച്ചണിലേക്കും പോകുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യചിഹ്നം ഹൃദയത്തിൽ കിടക്കുന്നു. ദൈവത്താലുള്ള മാനമോ മനുഷ്യരാലുള്ള മാനമോ ഏതാണ് താങ്കൾക്ക് വലുത്? ഏതിനെ നിങ്ങൾ വലുതായി കാണുന്നു? ദൈവത്താലുള്ള മാനം എനിക്ക് മതി, മനുഷ്യരാലുള്ള മാനം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ളൊരു ധൈര്യമാണ് ഇവിടെ നമുക്ക് ആവശ്യം. ഞങ്ങളും ആദ്യകാലങ്ങളിൽ ഭയപ്പെട്ടിരുന്നു, മനുഷ്യരെ ഭയപ്പെട്ടിരുന്നു. മനുഷ്യരെ ഭയപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ ഭയപ്പെടുക. ഈ സന്ദേശം നിർത്തുമ്പോൾ ഇന്ന് പകൽ മുഴുവനും നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ട ഒരു ചിന്ത പറയാം. ഭയം മാറണമെങ്കിൽ ഭയപ്പെട്ടാൽ മതി. ഒന്നുകൂടെ പറയാം. ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്ടാൽ ബാക്കിയുള്ള ഭയങ്ങളെല്ലാം മാറും. ഭയപ്പെടേണ്ടത് ആരെയാണ്? ജീവൻ തന്നവനെ.